തീർച്ചയായും ആധുനിക കാലഘട്ടത്തിൽ വിയോജിപ്പുകൾ ഉള്ളവർ ഉണ്ടാകാം. പക്ഷേ അപ്പോഴും മണ്ണിനെയും മരത്തെയും ഒക്കെ പൂജിച്ചിരുന്ന, എന്തിനും ഏതിനും അനുവാദം തേടിയിരുന്ന, അതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പുഷ്പവൃഷ്ടി നടത്തുകയാണ് സൈനിക ഹെലികോപ്റ്ററുകളിൽ. അയോധ്യയുടെ രാമക്ഷേത്രത്തിന് മുകളിൽ സൈന്യത്തിന്റെ പുഷ്പാർച്ചനയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ ഒരു വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുഷ്പവൃഷ്ടിയുടെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പുഷ്പാലങ്കൃതമാണ് അയോധ്യ നഗരം, നാടും നഗരവുമെല്ലാം പുഷ്പങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഈ പുഷ്പവൃഷ്ടി അയോധ്യ ക്ഷേത്രത്തിന് നടക്കുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ കർമ്മമണ്ഡലങ്ങളിലാണോ പ്രവർത്തിക്കുന്നത് അവർ ആ പ്രവൃത്തി കൊണ്ടാണ് പുഷ്പാർച്ചന നടത്തുന്നത് അല്ലെങ്കിൽ അർച്ചന നടത്തുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്ത്യയുടെ കരുത്തായ, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാനം ആയ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ സൈന്യം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നത് അയോധ്യ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ്, പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് നേരത്തെ അതിഥിയായി എത്തിയ ആൾ പറഞ്ഞതുപോലെ അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത ഭൂമിയാണ് എന്നത്, യുദ്ധത്തിനാരും ധൈര്യപ്പെടാത്ത ഭൂമി എന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കരുത്ത് വിളിച്ചോതുന്ന അവസരങ്ങൾ കൂടി നിരവധിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കരുത്തുകൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു അവസരം കൂടിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. സമസ്ത മേഖലകളിൽ നിന്നും നാനാജാതി മതസ്ഥർ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും, വർഷങ്ങളോളം തർക്കങ്ങൾ നിലനിന്ന ഒന്നാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാനും അകലെയായി 25 കിലോമീറ്റർ അകലെയായി ഇസ്ലാം തീർത്ഥാടന കേന്ദ്രം ആരംഭിക്കാനും തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. അയോധ്യയിലെ മുസ്ലിം സഹോദരങ്ങൾ, മറ്റിതര മത സഹോദരങ്ങൾ എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അവർ എല്ലാവരും സഹർഷം ഇതിനെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് നമുക്ക് അയോധ്യയിൽ നിന്ന് കാണാൻ സാധിച്ചത്. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമെങ്കിലും അയോധ്യ എന്ന ഭൂമിയിൽ അത്തരം തർക്കങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ കാണാനില്ല. എല്ലാവരും വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രാർത്ഥനാ നിർഭരമായി ഈ ചടങ്ങിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നേരിട്ട് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും പല പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ മനസ്സുകൊണ്ട് അയോധ്യയിലുണ്ട് രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾ എന്നതാണ് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഹൈന്ദവ മതത്തിൽപ്പെട്ടവരാകണമെന്നില്ല. ഹൈന്ദവ ജീവിത രീതി എന്നുള്ളതാണ് ഒരു സംസ്കാരം. അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ ഇസ്ലാം മതത്തിലോ മറ്റ് ജൈന, സിഖ്, പാഴ്സി മതങ്ങളിലോ ഒക്കെപ്പെട്ടവർ ഹൈന്ദവരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു ജീവിതക്രമം ആയതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയൊന്നാണ് ഇന്ത്യ എന്ന രാജ്യം, നമ്മുടെ സംസ്കാരം, മഹാഭാരതമെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ ഇപ്പോൾ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് അയോധ്യയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ രാമക്ഷേത്ര ട്രസ്റ്റ് 8000 അതിഥികളിലേക്ക് ഒതുങ്ങിയത്. പക്ഷേ ഈ ദിവസങ്ങളിൽ, ഈ സമയങ്ങളിൽ എല്ലാ ഭവനങ്ങളിലും ഇത്തരം പ്രാർത്ഥനകളുടെ ഭാഗമാകണം എന്ന് നേരത്തെ തന്നെ ട്രസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. പല ക്ഷേത്രങ്ങളിലും പല കേന്ദ്രങ്ങളിലുമൊക്കെ ബിഗ് സ്ക്രീനിൽ അവിടെ നടക്കുന്ന ചടങ്ങുകൾ ദർശിക്കുന്നത് നമുക്ക് കാണാം. വയനാട്ടിൽ ആണ് പ്രകാശ് ജാവ്ദേക്കർ ഉള്ളത്. തുഷാർ വെള്ളാപ്പള്ളി അടക്കം ഉള്ളവരെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ക്രീനിലെ ഒരു വിൻഡോയിൽ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പുഷ്പവൃഷ്ടി നടത്തുന്നതാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പ്രതിഷ്ഠാ ചടങ്ങിന്, പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷിക്കുന്നത്. അയോധ്യ എന്ന രാമക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ദൈവീകതയെ ഈ പ്രതിഷ്ഠയിലേക്ക് കുടിയേറ്റുന്ന നിമിഷമാണ് കടന്നു വരേണ്ടത്. അതിനുള്ള കാത്തിരിപ്പിൽ ആണ് ഹൈന്ദവ സമൂഹം. അതിനുശേഷം എല്ലാ വിശ്വാസികൾക്കും അയോധ്യയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം അയോധ്യയിലേക്ക് എത്തുന്നതിനുള്ള സംവിധാനങ്ങൾ വിവിധ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നു. അങ്ങനെ അയോധ്യയുടെ പുണ്യഭൂമിയിലേക്ക് ഇനി തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹമാണ് വരും ദിവസങ്ങളിൽ കാണേണ്ടി വരിക. ഇപ്പോൾ തന്നെ 10000 കണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്ത് തമ്പടിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ എത്തിയതാണ്.
ക്ഷേത്രം തുറന്നു നൽകുന്ന അവസരത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്തും സഹിക്കാൻ അവർ ഒരുക്കമാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും താമസിക്കാൻ സൗകര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. അയോധ്യ എന്ന നഗരം ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിരവധി നിർമ്മാണ പ്രവർത്തികൾ നടത്തേണ്ടതുണ്ട്. നിരവധി ഹോട്ടൽ സമുച്ചയങ്ങൾ ഉൾപ്പെടെ അവിടെ ഉയരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമായിരിക്കും അയോധ്യയിലേക്ക് എത്തുന്ന ആളുകളെ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തുന്നവർക്ക് ഈ സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ലഭിക്കില്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രാൺ പ്രതിഷ്ഠാ സമയത്ത് അയോധ്യയുടെ മണ്ണിൽ നിൽക്കുക എന്ന് ആഗ്രഹിച്ചു കൊണ്ടെത്തിയ ആളുകളുണ്ട്. അയോധ്യയിൽ നിന്ന് ഒരു പിടി മണ്ണുമായി വീടുകളിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ ഭൂമി എന്ന നിലയിലാണ്, മറിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റേത് എന്ന നിലയിൽ അല്ല. അതൊരു ജീവിത ക്രമത്തിൻ്റെ ഭാഗമായാണ് രാമൻ എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം മാതൃകാ പുരുഷോത്തമൻ ആണ്. ഏതൊരു വ്യക്തിയും മാതൃകയാക്കേണ്ട ഈശ്വര സങ്കല്പം ആണ്. അതുകൊണ്ടാണ് ആ ജീവിത രീതിയുടെ ഓരോ വ്യക്തിയും അവരുടെ ജീവിത രീതിയിൽ രാമനെ അനുകരിക്കുക എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ അവിടേക്ക് ആളുകൾ പ്രവഹിക്കുന്നത്. അവിടുത്തെ ഓരോ ചടങ്ങുകളെയും ഏറ്റവും പവിത്രമായി കാണുന്നത്. അയോധ്യ നഗരത്തിൻ്റെ ചിത്രം തന്നെ വരും ദിവസങ്ങളിൽ മാറും എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തെക്കുറിച്ചാണ് എങ്കിൽ ആ നഗരത്തിൻ്റെ രൂപവും ഭാവവുമെല്ലാം വരും ദിവസങ്ങളിൽ മാറും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധിയായ നിർമ്മാണ പ്രവർത്തികൾ അവിടെ നടക്കേണ്ടതുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ താമസിക്കാൻ പരിസ്ഥിതിയെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലുള്ള 10 സിറ്റികൾ അവിടെ ഒരുക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ എയ്റോ സിറ്റി പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഈ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ അയോധ്യ വിമാനത്താവളത്തോട് ചേർന്ന് എയ്റോ സിറ്റി എന്നത് പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. റാം ഹെറിറ്റേജ് വാക്ക് എന്നതാണ് മറ്റൊന്ന്. ലക്നൗ ഖൊരഗ്പൂർ ഹൈവേയിലെ 13 കിലോമീറ്റർ റോഡിലൂടെയുള്ള പൈതൃക നടത്തം ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു. 180 മതിലുകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഗാ ഫൗണ്ടൻ ഈ പരിസര പ്രദേശത്ത് നിർമ്മിക്കുന്നുണ്ട്. താമരയുടെ രൂപത്തിലുള്ള കുറ്റൻ ഫൗണ്ടൻ ആണത്. രാമകഥയുമായി ബന്ധപ്പെട്ട നദികളെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ഇതളുകൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള മെഗാ ഫൗണ്ടന്റെ നിർമ്മാണം ആണ് നടക്കാൻ പോകുന്നത്.